ഹായ് സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 6:30 നമ്മളിതാ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിൽ വാപ്പുണ്ട്. വാപ്പു അതിരാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് 13ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് അങ്ങനെ സുഹൃത്തുക്കളെ, 1 മണിക്കൂറിന് ശേഷം നമ്മൾക്കൊരു കഴിഞ്ഞിട്ട് ട്രിപ്പ് കിട്ടി. നമ്മുടെ അക്കാമാരുടെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സട്ടപ്പെട്ടാന്നില്ല ഓട്ടേനും സ്കൂൾക്കായിട്ടും അംഗനവാടിക്കായിട്ടും പിന്നെ അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് ഗെയിമിംഗ് ഒന്ന് റേഷൻ കടയിൽ നിന്ന് പല ട്രിപ്പുമായിട്ട് അങ്ങനെ ഓടി. പിന്നെ പൂങ്ങോട്ടേക്കൊരു ട്രിപ്പ് കിട്ടി. പിന്നത്തെ ഊഴം മുസ്തഫാൻ്റെ ആയിരുന്നു. മുസ്തഫ അങ്ങാടിയിൽ നിന്നൊരു വത്തക്കി വാങ്ങി നേരെ അമ്പലത്തിലേക്കാണ് പോയത്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല. അത് കഴിഞ്ഞ് അപ്പേട്ടനെയും പൊറുക്കി നേരെ വീട്ടിലാക്കി കുഞ്ഞാപ്പൂൻ്റെ കടയിൽ പോയി നല്ലൊരു അടിപൊളി കളറും മധുരമുള്ള ഒരു വത്തക്കിയും വാങ്ങി. അപ്പോഴാണ് കുഞ്ഞാപ്പ് പറഞ്ഞത് നല്ല മുന്തിരിണ്ട് കൊണ്ടുപോയിക്കോ. കുഞ്ഞാപ്പ് ഇതാ ഊഞ്ഞാലടി കടന്നിരുന്നും കണ്ടാണ് മുന്തിരി തൂക്കി തരുന്നത്. കുഞ്ഞാപ്പ് ഈ കടയുടെ പ്രൊപ്പറേറ്ററും കൂടിയാണ്. അങ്ങനെ വീട്ടിലെത്തി പൂരത്തിനുള്ള പൂക്കട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിന്നുട്ടേട്ടൻ. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ അയൽവക്കത്ത് ചെന്ന് അവിടുന്ന് ചെറിയൊരു ലോക്കൽ എടുക്കാനുണ്ടായിരുന്നു. അത് ചെന്നപ്പോഴാണ് ഫയർ ഹൗസിന് ക്യാമറ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടത്. പിന്നെ തൂരിക്കൊരു ചെറിയൊരു ഓട്ടം കിട്ടി. കുട്ടിനായിട്ട് മടങ്ങിപ്പോന്നു. പോരുന്ന വഴിക്ക് നമ്മളെ ഉമ്മറാക്കാൻ്റെ ഹോട്ടലിൽ കയറിയിട്ട് ചെറിയൊരു സാധനം വാങ്ങി. ഞങ്ങളുടെ നാട്ടിൽ കരുവാരക്കുണ്ട് അയ്യപ്പൻകാവിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂരാണ് സുഹൃത്തുക്കളെ. കാണൂ നാളെ. അപ്പോൾ എല്ലാവരും വരിക, സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ഓട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതാ. നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ്. ഓരോ സാധനമായിട്ട് നമ്മൾ ടേബിളും അങ്ങനെ നിരത്താൻ മാത്രമൊന്നുമില്ല. 1-2 സാധനങ്ങൾ, കുറച്ച് വത്തക്കയും 2 കട്ട്ലറ്റും കുറച്ച് ജ്യൂസും വെള്ളം. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തു. 13ാമത്തെ നോമ്പും എനിക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ ടേസ്റ്റ് നോക്കുന്നു. കുഴപ്പമില്ല. ഇതാ മകളും ഉണ്ട്, മകനും ഉണ്ട്. നടുവത്തെ മകളില്ല, അവൾക്കൊരു തുറയുണ്ടായി. നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതാ 2 പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും. അത് മാത്രമേ ഉള്ളൂ. ലേറ്റായിട്ടുള്ള കഴിക്കാം. ഇനി വന്നിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കഞ്ഞി കുടിക്കും, പിന്നെ ബെൽച്ചിക്കും. ഓക്കെ.